അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനെ മയക്കുവെടി വെച്ചു. ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘമാണ് മയക്കുവെടി വെച്ചത്. സൂരജ് സജി ചേരുന്നു. സൂരജ്, ആനയ്ക്ക് ഉറപ്പായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ നോക്കി ഡോസുകളൊക്കെ നോക്കിയുള്ള എത്ര ഡോസ് മയക്കുവെടി ഇതിനോടകം വെച്ചു സൂരജ്? ഒരു നിർണായക വിവരം വരുന്നു. അതായത് മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം അത് പാളിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് മയക്കുവെടി ആനക്കേറ്റിട്ടില്ല. അതായത് എനിക്ക് നിൽക്കുന്ന ഈ തോട്ടത്തിലൂടെയാണ് ആന പാഞ്ഞത്. അതായത് നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കണ്ട അതിരപ്പള്ളി തോട്ടത്തിൽ നിന്ന്, അതിരപ്പള്ളിയിലെ തുരുത്തിൽ നിന്ന്, വെറ്റിലപ്പാറയിലെ തുരുത്തിൽ നിന്ന് ആനയെ പടക്കം പൊട്ടിച്ച് ഈ പ്ലാന്റേഷനിലേക്ക് കയറ്റുകയായിരുന്നു. പിന്നീട് ആന ഇതിലൂടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ ഓടി റിസർവയറിലേക്ക് കയറി. ഇപ്പോൾ അരുൺ സക്രിയയും അടക്കമുള്ള സംഘം ഈ ആനയ്ക്ക് പിന്നാലെ പായുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആനയ്ക്ക് നേരെ ഇവർ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ഒറ്റ ഡോസ് മയക്കുവെടിയാണ് വെച്ചത്. പക്ഷേ ആ മയക്കുവെടി ആനയുടെ ശരീരത്തിൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അരുൺ സക്രിയ തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആനയ്ക്ക് മയക്കുവെടി ഏറ്റിട്ടില്ല, മയക്കുവെടി വെക്കാനുള്ള ശ്രമം പാളിയിരിക്കുന്നു. ആനയെ പിടികൂടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഈ സംഘം ആനയ്ക്ക് പിന്നാലെ പായുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് അതിരപ്പള്ളി വെറ്റിലപ്പാറ 14 കടന്ന് കാലടി പ്ലാന്റേഷനിലെ 2ാം ബ്ലോക്കും കടന്ന് ആന ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ റിസർവയർ ഫോറസ്റ്റിലേക്കാണ് ആന ഓടിക്കയറിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ ദൗത്യ സംഘത്തിലുള്ള അരുൺ സക്രിയ അടക്കമുള്ള ഈ സംഘം അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു. ആനയ്ക്ക് വീണ്ടും മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘം ഉള്ളതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആന ഒരു സ്ഥലത്തും നിലയുറപ്പിക്കുന്നില്ല. അതാണ് ഈ പ്രതിസന്ധിക്കിടയാക്കുന്നത്. ഇതിനിടയിലാണ് ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം വനം വകുപ്പ് നടത്തിയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് വിജയം കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ വീണ്ടും തുടർ ദൗത്യത്തിലേക്ക് കടക്കുന്നു. ശാന്തന, അല്ലെങ്കിൽ ആന ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുന്നതായിരുന്നു ആ തുരുത്തിലെ കാഴ്ചയെങ്കിൽ പക്ഷേ സ്ഥിതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ദൗത്യ സംഘം അടുത്തെത്തിയതോടുകൂടി ആന വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ടിരിക്കുന്നു. പരിഭ്രാന്തിപ്പെട്ട ഈ ആന ഇപ്പോൾ റിസർവയർ ഫോറസ്റ്റിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പിന്റെ സംഘവും ആനയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ആന ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കുന്നു. ആന നിൽക്കുന്നില്ല, അവിടെ ആന കാട്ടിലേക്ക് നീങ്ങി എന്നുള്ളതാണ് സൂരജ് പറയുന്നത്. നമ്മൾ ആനയെ വെടിവെച്ചു എന്നാണ് കരുതിയത്. നമ്മൾ ലൈവിന് സൂരജ് സജയെ വിളിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ പ്രേക്ഷകർ കണ്ടു, ഫോണിൽ കൂടി ആ വിവരം കിട്ടുന്നത്. ആനയ്ക്ക് ആദ്യ വെടി വെച്ചു, പക്ഷേ ആ വെടി മയക്കുവെടി ആനയ്ക്ക് കൊണ്ടില്ല, ആന ഓടി. ഇപ്പോൾ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം അതിൻ്റെ പിന്നാലെ ഉണ്ട്. മയക്കുവെടി വെക്കലാണ് ലക്ഷ്യം. ഒരു ഡോസ് മയക്കുവെടി വെക്കാനാണ് ആദ്യത്തെ ആലോചന. കാര്യം ഈ ആനയ്ക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉറപ്പായും ഉണ്ടാകുമല്ലോ. മസ്തകത്തിൽ 2 മുറിവുണ്ട്. അത് ആനകൾ തമ്മിൽ കുത്തി ഉണ്ടായ പരിക്കാണോ അതോ വെടിയേറ്റ പരിക്കാണോ എന്ന കാര്യമൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ പരിക്ക് എങ്ങനെ ഉണ്ടായതാണെങ്കിലും അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഈ മസ്തകം എന്ന് പറയുന്നതൊരു വായു കുംഭം പോലെയുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിനുള്ളിൽ നിന്ന് പഴുപ്പ് ഒലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതിനൊന്ന് മാത്രമല്ല അത് വേദന അനുഭവിക്കുന്നുള്ള അതിൽ ആ മുറിവിലേക്ക് പൂഴി വാരിയിടുക, ആ മുറിവിലേക്ക് നിരന്തരം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നല്ല വേദനയുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ആനയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. നമ്മളതിനെ ട്രീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓടുകയാണ്. മയക്കുവെടി കൊണ്ടില്ല, ആനയ്ക്ക് ആ മയക്കുവെടി കൊണ്ടില്ല എന്ന് വേണം അറിയാൻ. ആന വനം വകുപ്പിൻ്റെ കാഴ്ചാപരിധികൾ റഡാറിന് പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനുശേഷം ആന എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ ആദ്യ മയക്കുവെടി പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. സൂരജ് സജി തുടരുന്നു. സൂരജ്, ആദ്യ മയക്കുവെടി പരാജയപ്പെട്ടു. ഒക്കെ ഇനി ആ ശ്രമങ്ങൾ തുടരുകയല്ലേ സംഘം? ഹാഷ്മി, തീർച്ചയായും. അതായത് ആദ്യ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം വനം വകുപ്പ് നടത്തി. പക്ഷേ ഈ മയക്കുവെടി കൊണ്ടില്ല. അത് നമ്മൾ രാവിലെ മുതൽ ഈ ആന ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഈ ആനയ്ക്ക് പിന്നാലെ ഉള്ളത്. 24 വാർത്തയായിരുന്നു ആദ്യം ഈ ദൃശ്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ചത് 24 സൂരജ് സജിയാണ് ആ ദൃശ്യങ്ങളിലൊക്കെ അത് പുറം ലോകത്തെ അറിയിച്ചത്. സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത്. ആനയുടെ മസ്തകത്തിൽ 2 മുറിവ്. അത് കണ്ടു കഴിഞ്ഞാൽ വെടിയേറ്റ മുറിവ് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് വെടിയേറ്റ മുറിവാണോ അതോ മറ്റാനകളുമായി കുത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകുമ്പോൾ മറ്റാനകളുടെ കൊമ്പേറ്റുണ്ടായ മുറിവാണോ എന്ന കാര്യമൊക്കെ സ്ഥിരീകരിക്കേണ്ടതായുണ്ട്. ഇനി വെടിയേറ്റ മുറിവാണെങ്കിൽ അതിനുള്ളിൽ ലോകഭാഗങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ലോകഭാഗങ്ങളുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ വെടിയുണ്ടയുടെ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായും കുറച്ചുകൂടി സങ്കീർണമാണ് കാര്യങ്ങൾ. അപ്പോൾ ഏത് രീതിയിലാണ് അതിൻ്റെ ചികിത്സ സാധ്യമാവുക എന്നറിയണമെങ്കിൽ അതിനടുത്തുനിന്നൊരു ക്ലോസ് വാച്ച് ഉണ്ടാവണം. ആ ക്ലോസ് വാച്ചിന് വേണ്ടി ആനയെ കയ്യിൽ കിട്ടണം. ആനയെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ. പക്ഷേ ആന ഓടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആന അതിൻ്റെ മസ്തകത്തിലേറ്റ മുറിവ് അത്യാവശ്യം വലിയ മുറിവും അതിൽ വലിയ വേദന ഉണ്ടെങ്കിൽ തന്നെയും ഉറപ്പായും മനുഷ്യ സാന്നിധ്യവും അതിനെ പിടികൂടാനുള്ള നീക്കം നടക്കുന്നു എന്ന് അറിയുമ്പോഴേക്കും ആന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആനയെ ആദ്യം മയക്കുവെടി വെച്ചാൽ മയക്കുവെടി ആനയ്ക്ക് കൊണ്ടില്ല.
എന്നാണ് പറയുന്നത്. ഉറപ്പായും ഈ ആനയുടെ ആരോഗ്യാവസ്ഥ നോക്കിയാണ് ഇതിൻ്റെ ഡോസൊക്കെ നിശ്ചയിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയൊക്കെ അതിൽ അതിവിദഗ്ധനാണ്. അപ്പോൾ അങ്ങനെ ഡോസൊക്കെ നിശ്ചയിച്ച് തന്നെയാണ് ഈ മയക്കുവെടിയിലേക്ക് അരുൺ സക്കറിയ സംഘം പോയത്. സൂരജ്, ഇത് ദൂരേക്ക് ഓടിയോ? അത് എവിടെയാണ് ഈ ആന ഇപ്പോൾ ഉള്ളത് എന്നറിയാൻ കഴിയുമോ? ഹാഷ്മി, തീർച്ചയായും അതായത് ആന ഇപ്പോൾ 1 കിലോമീറ്ററിനധികം ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. അതായത് നമ്മൾ നിന്ന മേഖലയിൽ നിന്ന്, അതായത് ആദ്യം ആന നിന്ന മേഖലയിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പോലും 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ച്, അതായത് ഈ ആന ഈ റബ്ബർ തോട്ടത്തിലൂടെ ഓടി എന്നുള്ളതാണ് പറയുന്നത്. ഈ സമയത്ത് ഇവിടെ തോട്ടം തൊഴിലാളികൾ അടക്കമുണ്ടായിരുന്നു. ഈ ആന വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ടു. കാരണം ഇത്രയും വലിയ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം, അതോടൊപ്പം തന്നെ ദിവസങ്ങളായുള്ള ഈ മുറിവിന്റെ വേദന അങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നത്. അതായത് പടക്കം പൊട്ടിച്ച് ആനയെ ഈ തുരുത്തിൽ നിന്ന് ഈ റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റുക. ഈ റബ്ബർ തോട്ടത്തിൽ എത്തിയതിനു ശേഷം ഇവിടെ സമാധാനമായി നിർത്തി ഇത് മയക്കുവെടി വയ്ക്കുക എന്നുള്ളതായിരുന്നു സംഘം ലക്ഷ്യം വെച്ചത്. പക്ഷേ ഈ വെടി പൊട്ടിയതോടുകൂടി തന്നെ ആന വലിയ രീതിയിൽ പരിഭ്രാന്തിപ്പെട്ടു. പിന്നീട് ആന ഇതിലൂടെ ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് വലിയ രീതിയിൽ ആന പരിഭ്രാന്തിപ്പെട്ടാണ് ഇതിലെ ഓടിയത്. ഓടി മറയുന്നതിനിടയിലാണ് ഇവർ മയക്കുവെടി വെക്കാൻ ഒരു ശ്രമം നടത്തിയത്. മയക്കുവെടി വെക്കുന്നു, പക്ഷേ അത് ആനയ്ക്ക് കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ അരുൺ സക്രിയും സംഘവും ഈ ആനയുടെ പുറകിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അവരിപ്പോഴും ഈ ഉൾക്കാട്ടിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ കാടിന് പുറത്ത്, പ്ലാന്റേഷന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ കാടിനകത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു വിവരം പോലും പുറത്തു വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്പം മുമ്പാണ്, അതായത് ഹാഷ്മി, നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അരുൺ സക്രിയുമായി നമ്മൾ ഫോണിൽ സംസാരിച്ച് അദ്ദേഹം പറയുന്നു നമുക്ക് വെടിവെക്കാനായില്ല എന്നുള്ളത് തീർത്ത് ഉറപ്പിച്ച് അരുൺ സക്രിയ നമ്മളോട് പറയുന്നു. വെടിവെക്കാനായില്ല, നമ്മൾ ശ്രമം തുടരുന്നു, ആന നിൽക്കുന്നില്ല എന്നുള്ളതാണ് അരുൺ സക്രിയ പറയുന്നത്. ആനയുടെ പിന്നാലെ തങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആന ഒരു സ്ഥലത്ത് പോലും നിൽക്കുന്നില്ല. അതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത്. നേരത്തെ തുരുത്തിലൊക്കെ ആന നിൽക്കുന്ന സമയത്ത് ആന അവിടെ നിന്ന് അനങ്ങാതെ മണിക്കൂറുകളോ നേരം ആന നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പടക്കം പൊട്ടിച്ച് ആനയെ തുരുത്തിൽ നിന്ന് മാറ്റി ഈ റബ്ബർ നീക്കം നടത്തി. പക്ഷേ സൂരജ് സജിയാണ് ആ വാർത്തയുടെ ചെറിയ അവിടെ റേഞ്ച് പ്രശ്നമുണ്ട്, ഉൾക്കാടാണ്, ഉൾവനമാണ്. അപ്പോൾ അവിടെ ഈ ആനയെ പിടികൂടാനുള്ള, ആനയെ പിടികൂടി അതിനെ മയക്കൂടി വെച്ച് അതിൻ്റെ ആരോഗ്യാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഡോക്ടർ അരുൺ സക്കറിയും സംഘവും. പക്ഷേ ആന അതിന് വഴങ്ങുന്നില്ല തൽക്കാലം. ആദ്യമായി കൂടി പരാജയപ്പെട്ടു. അതിന് പിന്നെ ആ ദൗത്യത്തിന് പിന്നാലെയാണ്. മാത്രമല്ല ഇതിനെപ്പറ്റി നന്നായി അവഗാഹമുള്ള ആൾ തന്നെ ഡോക്ടർ അരുൺ സക്കറിയ എത്രയും പെട്ടെന്ന് ആ ദൗത്യം വിജയിക്കട്ടെ.